കാനഡയും കുഴപ്പങ്ങളും. എന്താണ് കുഴപ്പം? കാനഡ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമായി മാറുന്നതിന്റെ വക്കിലാണ്. ഭവന വിപണി ഒരു ദുരന്തമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വില യുഎസിലെ അപേക്ഷിച്ച് വളരെ മോശമാണ്. ആശുപത്രികൾ പ്രവർത്തനരഹിതമാണ്. എല്ലായിടത്തും വിഷാദം. യാതൊരു പ്രതീക്ഷയുമില്ല. കാനഡയെ ഇപ്പോൾ കനേഡിയന്മാർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? നമുക്ക് ഒന്ന് നോക്കാം. 2014 കാനഡയുടെ പ്രതിശീർഷ ജിഡിപി യുഎസ് ജിഡിപിയുടെ 83% ആയിരുന്നു. എന്നാൽ 2023 അത് 65% ആയി കുറഞ്ഞു. അതേസമയം കാനഡയുടെ ജനസംഖ്യ 9.2% വർദ്ധിച്ചു. യുഎസ് ജനസംഖ്യ 6.5% മാത്രം വർദ്ധിച്ചു. 2024 കാനഡയിലെ ശരാശരി ഭവന വില ഏകദേശം $539.000 ആയിരുന്നു. യുഎസ്എയിലെ ഏകദേശം $412.000 ആയിരുന്നു. കാനഡയിലെ ശരാശരി പ്രതിമാസ ശമ്പളം ഏകദേശം $3,900 മാത്രമായിരുന്നു. അതേസമയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇത് ഏകദേശം $4,700 ആയിരുന്നു. യുഎസിൽ ഭക്ഷ്യവില ഗണ്യമായി വർദ്ധിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ 2024 കാനഡയിലെ വർധനവ് യുഎസിനേക്കാൾ 10.8% കൂടുതലാണ്. കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനേക്കാൾ ഏകദേശം 58.5% കൂടുതലാണ്. സർക്കാർ സബ്സിഡികൾ കാരണം ആരോഗ്യ സംരക്ഷണവും ശിശു സംരക്ഷണവും കാനഡയിൽ കൂടുതൽ പ്രാപ്യമാണ്. എന്നിരുന്നാലും ഡേ കെയർ സ്ഥലങ്ങളുടെയും ആശുപത്രി കിടക്കകളുടെയും കുറവ് ഈ നേട്ടങ്ങളെ ഗണ്യമായി നികത്തുന്നു. ഇത് കുടുംബങ്ങൾക്കും രോഗികൾക്കും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. ഇതിനു പുറമെ കനേഡിയന്മാർ അവരുടെ സമ്പദ്വ്യവസ്ഥയുടെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമേരിക്കക്കാരെ അപേക്ഷിച്ച് 22% കൂടുതൽ നികുതി അടയ്ക്കുന്നു. അടിയന്തരാവസ്ഥയിൽ ഗ്ലാസ് തകർക്കുക എന്ന് പറയുന്ന ആ അടയാളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ശരി, ഗ്ലാസ് തകർക്കാനുള്ള സമയമായി. ഡെപ്യൂട്ടി ഗവർണർ കരോലിൻ റോജേഴ്സ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.